ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദാവീദ് രാജാവിനാണോ അബ്ശാലോം രാജാവിനാണോ കുഴപ്പം എന്ന് ഒരു ചോദ്യം ഉണ്ടായി ഈ അടുത്തിടെ. രണ്ടു പേർക്കും ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളൂല്ല. ആ വാദിക്കത്തെക്കുറിച്ചൊരു ചെറുപ്പക്കാരൻ ദൈവത്തിന് കുശുമ്പുണ്ടോ എന്ന് ചോദിച്ചു. കുശുമ്പില്ല. കർത്താവിന് സത്യസന്ധമായി നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ദാവീദ് രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു അബ്ശാലോം. അബ്ശാലോമിൻ്റെ അമ്മ ബുദ്ധിമതിയും തികഞ്ഞോളുമായിരുന്നു. പക്ഷേ അബ്ശാലോമിനെ സംബന്ധിച്ചിടത്തോളം അബ്ശാലോമിന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് തൻ്റെ അപ്പൻ്റെ സിംഹാസനം കൈയടക്കണമെന്നുള്ള ആ ദുരാഗ്രഹമായി. അപ്പൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം പല പ്രശ്നങ്ങളും പരിഹരിച്ച് വിടുമ്പോൾ അവരെ പിടിച്ചു നിർത്തി അവരോട് പറയുമായിരുന്നു, ഇതിനേക്കാൾ നല്ല വഴികളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരെല്ലാം കൂട്ടുകൂട്ടി ഒരു സംവിധാനമായിരുന്നു. ദാവീദിന് ഇത് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ദാവീദിൻ്റെ ചെവിയിൽ അപ്പാപ്പം ആൾക്കാർ ഈ കാര്യങ്ങൾ തെரியപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്ന. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം വാത്സല്യപുത്രനാണ്. അതുമാത്രമല്ല, തന്നെ ഒരു ബുദ്ധിമുട്ടി സഹായിച്ച ആളുടെ മകനാണ് അദ്ദേഹം, അബിഗേലിൻ്റെ. അതുകൊണ്ട് തന്നെ വലിയ കരുതലായിരുന്നു. തൻ്റെ കീഴെ തൻ്റെ മകൻ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ടും അനങ്ങാതിരുന്ന ആളാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിരുവിട്ടുള്ള വാത്സല്യം, പുത്രവാത്സല്യമാണ് അദ്ദേഹത്തെ നശിപ്പിച്ച് കളഞ്ഞതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അദ്ദേഹത്തെ ഇറക്കി വിടുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ പോലെ 55-ാം സങ്കീർത്തനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. സ്നേഹിതനും പ്രവാചകനും ഒക്കെ ആയിരുന്ന അഹിതോഫലിനെ വരെ താക്കിട്ട് പിടിക്കുകയുണ്ടായി. പക്ഷേ അബ്ശാലോമിൻ്റെ കൂട്ടത്തിൽ ചാരന്മാർ കയറി അബ്ശാലോമിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് അബ്ശാലോമിനെ അനുകൂലിക്കും. അതാണ് നമ്മൾ പലപ്പോഴും പഴഞ്ചൊല്ലി പറയുന്നത്, ഇളനാകടി അറിയില്ല, ഇളമാൻ ചാട്ടം അറിയില്ല എന്ന്. ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ പലപ്പോഴും ചിന്തിക്കാതെ എടുക്കും. അതാണ് അബ്ശാലോമിൻ്റെ ഏറ്റവും വലിയ അതപ്പതിൻ്റെ കാരണം. ദൈവഹിതമുണ്ട്, അവൻ ചെയ്ത തെറ്റാണ്. ദൈവത്തിൻ്റെ ശിക്ഷ അവിടെ നടക്കുന്നുണ്ട്. അവൻ കരുവേലകത്തെ അവൻ ഓമനിച്ച് വളർത്തിയതായ അവൻ്റെ മുടി കരുവേലകത്തെ കുരുങ്ങി അതിൽ അവൻ ഞാന്ന് കിടക്കുമ്പോൾ പടനായകൻ ചെന്ന് വെട്ടിക്കൊല്ലുകയാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ ഞാനും നിങ്ങളും നമ്മൾ എന്തിനെയൊക്കെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നുവെന്ന് ഓർത്തിരിക്കുക. കുഞ്ഞുങ്ങളെ പള്ളിയിൽ പോലും വിടാതെ മറ്റു കാര്യങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ ഓർക്കുക, വാത്സല്യം എവിടെയാണ്? ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും അവരുടെ തീരുമാനങ്ങളാണ് ഇതെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതുതന്നെയാണ് ഗുരുക്കന്മാരുടെ കാര്യം. ഗുരു ശിഷ്യ ബന്ധത്തിലും എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ കാര്യം അതാണ്. ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കുമ്പോൾ അതിന് ശിക്ഷ പുറകെ വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. ചിലപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമതികൾ എന്നുള്ള ചിത്രം മനസ്സിലേക്ക് കയറി വരികയും ചെയ്യും. അത് അവരുടെ നാശത്തിന് ഇടയാക്കും. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ, സഭയ്ക്ക് ദ്രോഹം പറ്റാതിരിപ്പാൻ, സമൂഹത്തിന് ദോഷം പറ്റാതിരിപ്പാൻ ദാവീദിനെ കാത്ത ദൈവം എപ്പോഴും കൂടെ ഉണ്ടെങ്കിലും ദാവീദിനോടും ദൈവത്തോടടുത്ത മനുഷ്യനില്ല, നമുക്കറിയാം. കൂടെ ഉണ്ടെന്നിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്ക് തീർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.